സ്വവർഗ വിവാഹങ്ങൾ, സെയിം സെക്സ് മാര്യേജ്, അത് ആശീർവദിക്കാൻ കത്തോലിക്ക സഭ തീരുമാനമെടുത്തു. ഈ തലക്കെട്ടിലുള്ള വാർത്തകൾക്ക് വിപുല പ്രചരണമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും, എന്തിനേറെ നമ്മുടെ ചില മുഖ്യധാരാ മാധ്യമങ്ങളിലും പത്രങ്ങളിലും വിപ്ലവകരമായ തീരുമാനമെന്ന പേരിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. കത്തോലിക്ക സഭയിലെ മെത്രാന്മാരെയും വൈദികരെയും പിന്തിരിപ്പന്മാരും യാഥാസ്ഥിതികരും എന്നാക്ഷേപിക്കുന്ന ചിലർ മാർപ്പാപ്പയുടെ ഈ തീരുമാനത്തെ വിപ്ലവകരം എന്ന പേരിൽ ഇപ്പോൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഡിസംബർ മാസം 18 വിശ്വാസ കാര്യങ്ങൾക്കായുള്ള തിരുസംഘം, ഇപ്പോൾ അതിനെ തിരുസംഘം എന്ന് വിളിക്കുന്നില്ല, ഡിക്കാസ്റ്ററി എന്ന് വിളിക്കുന്നു. ഈ ഡിക്കാസ്റ്ററിയുടെ മാർപ്പാപ്പയുടെ ഒപ്പോടുകൂടി ഒരു പ്രഖ്യാപനം വത്തിക്കാനിൽ നിന്നുണ്ടായി. ആ ഡോക്യുമെന്റിലെ മൊത്തം 45 ഖണ്ഡികളെ 4 തലക്കെട്ടുകളായി വേർതിരിച്ചിട്ടുണ്ട്. അവതരണത്തിൽ പ്രീഫെക്റ്റ് വിക്ടർ മാനുവൽ കാർഡിനൽ ഫെർണാണ്ടസ്, അദ്ദേഹം ഈ ഡിക്കാസ്ട്രിയുടെ പ്രസിഡന്റാണ്. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട്, ഈ പ്രഖ്യാപനം വിവാഹത്തെക്കുറിച്ചുള്ള തിരുസഭയുടെ പരമ്പരാഗതമായ പഠനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. 2, ഈ പ്രഖ്യാപനം ആശീർവാദങ്ങളുടെ അജപാലനപരമായ അർത്ഥത്തെയാണ് സവിശേഷമായി വിശദീകരിക്കുന്നത്. 3, ഈ പ്രഖ്യാപനത്തിൻ്റെ പശ്ചാത്തലം ക്രമരഹിതമായ അവസ്ഥയിലുള്ളവർക്കും സ്വവർഗ വിവാഹിതരാകാൻ തീരുമാനിക്കുന്നവർക്കും നൽകപ്പെടാവുന്ന ഒരു പ്രത്യേക ആശീർവാദത്തിനുള്ള സാധ്യതയാണ്. ദൈവത്തിൻ്റെ കൃപ അവരുടെ മേലുണ്ടാകാൻ വേണ്ടി വൈദികൻ നടത്തുന്ന ഒരു ചെറിയ പ്രാർത്ഥനയാണ് ഈ ആശീർവാദം. അല്ലാതെ അവർ ചെയ്യുന്ന തെറ്റിനെ ഈ ആശീർവാദം ഒരിക്കലും നീതീകരിക്കുന്നില്ല. അത് ഏതൊരു പാപിക്കും, ഏതൊരു രോഗിക്കും, ഏതൊരു കൊലപാതകിക്കും ആവശ്യപ്പെട്ടാൽ വൈദികന് ദൈവനാമത്തിൽ ആ വ്യക്തി ആശീർവദിക്കാവുന്നതാണ്. യാതൊരു കാരണവശാലും ക്രമരഹിതമായ വിവാഹങ്ങളെ സാധൂകരിക്കുകയോ വിവാഹത്തെക്കുറിച്ചുള്ള തിരുസഭയുടെ പ്രബോധനങ്ങളിൽ യാതൊരുവിധ മാറ്റങ്ങളും വരുത്തുകയോ ഈ പ്രബോധനം ചെയ്യുന്നില്ല എന്നതാണ് സത്യം. പ്രസ്തുത പ്രഖ്യാപനത്തിൻ്റെ അവതാരികയിൽ ഇത്തരം വസ്തുതകൾ കൃത്യമായി എഴുതിയിട്ടും നമ്മുടെ മാധ്യമങ്ങൾക്കും സാമൂഹ്യ മാധ്യമ പ്രബോധകർക്കും വാസ്തവം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. അവർ തെറ്റിദ്ധാരണാജനകമായ തലക്കെട്ടുകൾ സൃഷ്ടിക്കുന്ന തിരക്കിലാണിപ്പോൾ. ഈ തലക്കെട്ടുകൾക്ക് പിന്നാലെ സത്യമറിയാതെ അഭിപ്രായ പ്രകടനം നടത്തുന്ന തിരക്കിലാണ് കുറേയേറെ പേർ. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പുരോഹിതൻ നൽകുന്ന ആശീർവാദങ്ങളെക്കുറിച്ചും ഈ ആശീർവാദങ്ങളുടെ അജപാലനപരമായ അർത്ഥതലങ്ങളെക്കുറിച്ചുമുള്ള വിശാലമായൊരു പഠനമാണ് സത്യത്തിൽ ഈ പ്രഖ്യാപനത്തിൻ്റെ ഉള്ളടക്കം. 4 തലക്കെട്ടുകളിലായാണ് ഇവയുടെ അവതരണം. 1, വിവാഹമാകുന്ന കൂദാശയിലെ ആശീർവാദം, ദ ബ്ലെസ്സിങ് ഇൻ ദ സാക്രമെന്റ് ഓഫ് മാരേജ്. 2, വിവിധ തരത്തിലുള്ള ആശീർവാദങ്ങളുടെ അർത്ഥം, ദ മീനിങ് ഓഫ് വേരിയസ് ബ്ലെസ്സിങ്സ്. 3, ക്രമരഹിതമായ അവസ്ഥയിലുള്ള ദമ്പതിമാർക്കും സ്വവർഗ ദമ്പതികൾക്കുമുള്ള ആശീർവാദങ്ങൾ, ബ്ലെസ്സിങ്സ് ഓഫ് കപ്പിൾസ് ഇൻ ഇറഗുലർ സിറ്റുവേഷൻസ് ആൻഡ് കപ്പിൾസ് ഓഫ് ദ സെയിം സെക്സ്. 4, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ കൂദാശിയാണ് സഭ. ദ ചർച്ച് ഈസ് ദ സാക്രമെന്റ് ഓഫ് ഗോഡ്സ് ഇൻഫിനിറ്റ് ലവ്. വ്യത്യസ്ത തലക്കെട്ടുകളിൽ അവതരിപ്പിച്ചിരിക്കുന്ന 4 വിഷയങ്ങളുടെ വിശദമായ പഠനമാണ് സത്യത്തിൽ മാർപ്പാപ്പയുടെ പ്രഖ്യാപനത്തിൻ്റെ ഇതിവൃത്തം.
തെറ്റിദ്ധാരണാജനകമായി മാധ്യമങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആശയങ്ങളല്ല ഇത് ഉൾക്കൊള്ളുന്നത്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹം എന്ന കൂദാശയം നൽകുന്ന ആശീർവാദമല്ല പ്രാർത്ഥന തേടിയെത്തുന്ന ക്രമരഹിതമായ ജീവിതാവസ്ഥയിലുള്ളവർക്ക് സഭ നൽകുന്നത്. ആശീർവാദം തേടിയെത്തുന്നവർക്ക് അവരുടെ അവസ്ഥ പരിഗണിക്കാതെ തന്നെ പിതൃസഹജമായ കരുതലോടെ ആരാധനാക്രമപരമല്ലാത്ത ആശീർവാദം അത് എപ്പോഴും ഏത് പുരോഹിതനും നൽകാവുന്നതാണ്. ദൈവത്തിന്റെ ഇടപെടലുകളോട് തുറവി പ്രകടിപ്പിക്കുന്നവരാണ് ആശീർവാദത്തിനായിട്ട് തിരുസഭയെ സമീപിക്കുന്നവർ എന്നതുകൊണ്ടാണ് ഈ ആശീർവാദം അവർക്കും നൽകാമെന്നതിൽ തെറ്റില്ല എന്ന് മാർപ്പാപ്പ കാണുന്നത്. അങ്ങനെ അവർക്ക് ലഭിക്കുന്ന ആശീർവാദം സുവിശേഷത്തോടുള്ള വിശ്വസ്തതയിലേക്കും പക്വമായ ബന്ധങ്ങളിലേക്കും ജീവിത പരിവർത്തനത്തിലേക്കും മാനസാന്തരത്തിലേക്കും അവരെ നയിക്കും. അതിനുള്ള കൃപയ്ക്കായി പുരോഹിതൻ പാപികളായ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശീർവാദം ചോദിച്ചു വരുന്നവരെ തുറവിയോടെ കാണുക, അവരെ കാരുണ്യത്തോടെ സമീപിക്കുക, സ്നേഹത്തോടെ സ്വീകരിക്കുക, പ്രാർത്ഥനയോടെ ആശീർവദിക്കുക എന്നിങ്ങനെയുള്ള ആഹ്വാനങ്ങളുടെ അർത്ഥം അവരുടെ ക്രമരാഹിത്യങ്ങളെ തിരുസഭ അംഗീകരിക്കുന്നു എന്നതല്ല. ദൈവത്തിന്റെ കൃപയ്ക്ക് മുമ്പിൽ അവരെ സമർപ്പിക്കുക എന്ന് മാത്രമാണ്. ആ കൃപയുടെ പിൻബലത്തോടെ അവരുടെ ക്രമരഹിതമായ ജീവിതാവസ്ഥകൾക്ക് മാറ്റം സംഭവിച്ചേക്കാം. ഇതാണ് വത്തിക്കാൻ നിന്നുള്ള പ്രഖ്യാപനത്തിന്റെ കാതൽ. ഉള്ളടക്കം ശരിയാം വിധം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ കത്തോലിക്ക സഭ സ്വവർഗ വിവാഹത്തെ അംഗീകരിച്ചിരിക്കുന്ന രീതിയിലുള്ള അവതരണങ്ങൾ നടത്തുന്നവരുടെ അജ്ഞതയെക്കുറിച്ച്, അറിവില്ലായ്മയെക്കുറിച്ച് നമുക്ക് സഹതപിക്കാം. സത്യം നമ്മെ സ്വതന്ത്രരാക്കട്ടെ. നന്ദി.